സായിരാം. ഓ ഓ ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ രവി കെയർ പെരിന്തൽമണ്ണയുള്ള രവി വന്നിട്ടുണ്ടോ? സായിരാം. സായിരാം രവി. ഓക്കെ. രവി പിന്നെ പുസ്തകം സ്വാമിയുടെ വാണികൾ വായിക്കാൻ തുടങ്ങിയോളൂ. അത് പിന്നെ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് സായി വാണി വായിച്ചോളൂ. സായിരാം. രവി. സായിരാം രവി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? KR രവി. ഓക്കെ. വീഡിയോ ഓൺ ചെയ്തിട്ട് വായിക്കാണ്ടുണ്ട്, കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ ചെയ്തിട്ട് സത്യസായി വാണി വായിച്ചോളൂ. സായിരാം. സായിരാം. കർമ്മത്തിന്റെ പിറകിലുള്ള വികാരം നിങ്ങളൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സായിരാം, ഞാൻ KR രവി, സായി സ്നേഹതീരത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ 16 വർഷക്കാലമായി സായി സെക്ടറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ തുടങ്ങിക്കോട്ടെ? സാർ, ഞാൻ തുടങ്ങിക്കോട്ടെ? തുടങ്ങിക്കോളൂ. നിങ്ങളെ ഇത് ഓൺ ചെയ്തോളൂ വീഡിയോ. സാർ, വീഡിയോ ഓൺ ആണ്. വീഡിയോ ഓൺ അല്ല, ഓഡിയോ മാത്രമേ ഇപ്പോൾ ഓൺ ആയിട്ടുള്ളൂ. നിങ്ങളെ ഫിഗർ കാണുന്നില്ല. ഇല്ല. അതെങ്ങനെ? ക്യാമറ ഡിലേഡ് ആണ്. യെസ്. സായിരാം. ഞാനൊരു പഴയ മനുഷ്യനാണ്. ഇതിന്റെ ടെക്നോളജിയിലൊക്കെ ഞാൻ വളരെ പിറകിലാണ്. സ്നേഹതീരത്തിൽ എന്റെ കുട്ടിയാണ് എന്നെ ഇതിന് സഹായിക്കുന്നത്. വിജിത അമ്മ. ഒരു വിജിത. സായിരാം. വിജിതയാണ് എന്റെ സഹായി. സാർ, തുടങ്ങിക്കോട്ടെ? കർമ്മത്തിന്റെ പിറകിലുള്ള വികാരം നല്ലതെങ്കിൽ ആ കർമ്മം ഫലവത്താകും. വികാരം മോശമെങ്കിൽ ഫലവും അങ്ങനെ തന്നെ. നായ പുറകെ നടന്ന് കുരച്ചാലും ആനയ്ക്ക് അതിന്റെ ശക്തിയും പ്രൗഢിയും നഷ്ടപ്പെടുന്നില്ല. ദുർജനങ്ങൾ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്താലും അത് പുണ്യാത്മാക്കളെ ഒരു തരത്തിലും ബാധിക്കില്ല. ഒരു തെലുങ്ക് കവിയുടെ വചനം ഭഗവാൻ കോട്ട് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകം മുഴുവൻ അഹന്തയും അസൂയയും അതിയായി വ്യാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ് ലഭിച്ചാൽ സഹപാഠികൾക്ക് അയാളോട് അസൂയ തോന്നുന്നു. അതുപോലെ ആരെങ്കിലും സന്തുഷ്ടിയും
ആരോഗ്യമുള്ളവരുമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവരോട് അസൂയയാണ്. ദരിദ്രന് സമ്പന്നനോട് അസൂയ. പക്ഷിമൃഗാദികളുടെ കാര്യത്തിലും ഇത് തന്നെ അവസ്ഥ. കുറ്റികൾ അരയന്നങ്ങളെ പരിഹസിക്കുന്നു. കുയിലിന്റെ ഹൃദയം ഹാരിയായ സംഗീതം, കാക്കകൾക്ക് കർണകടോരം. ലൗകികന്മാർ കാക്കകളെ പോലെയാണ്. അതിനാൽ സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടരുത്. നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ ജീവിതം നയിക്കണം. നായ്ക്കൾ കുരച്ചാലും ആന അത് അവഗണിച്ച് പ്രൗഢിയോടെ മുന്നോട്ട് നടക്കുന്നു. ആന എവിടെ, നായ്ക്കൾ എവിടെ? അവർ തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. അതുപോലെ കുയിൽ മധുരമായി പാടിക്കൊണ്ടിരിക്കും. കാക്കകളുടെ കടോര ശബ്ദത്തെ അവ വകവയ്ക്കുന്നില്ല. കാക്കകൾ ചെവി തുളയ്ക്കും വിധം ശബ്ദിച്ചാലും കുയിൽ പാട്ട് നിർത്തുന്നില്ല. അതുപോലെ നിങ്ങളുടെ നന്മ, അഭിവൃദ്ധി, ക്ഷേമം, പരിശുദ്ധി ഇത് കണ്ട ആളുകൾ അസൂയപ്പെട്ടേക്കാം. പക്ഷെ നിങ്ങൾ സ്വന്തം ഹൃദയം പരിശുദ്ധമായി സൂക്ഷിക്കണം. അസൂയപ്പെടുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരുടെ നിഷേധാത്മകമായ വികാരങ്ങളും വിമർശനവും മൂലം തളരുകയോ വിഷാദിക്കുകയോ അരുത്. കർമ്മത്തിന്റെ നോക്കി പറഞ്ഞോളൂ. സോറി. കർമ്മത്തിന്റെ പിറകിലുള്ള വികാരം നല്ലതെങ്കിൽ ആ കർമ്മം സഫലമാണ്. അതിനാൽ വികാരങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കാൻ പരിശ്രമിക്കണം. മറ്റുള്ളവരുടെ സ്വാധീനത്താൽ അവയെ മാറ്റരുത്. ഈശ്വരൻ ഭാവപ്രിയനാണ്. നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും പരിശുദ്ധമാണെങ്കിൽ അവിടുന്ന് നിങ്ങളിൽ സന്തുഷ്ടനാണ്. വികാരങ്ങളെ പരിശുദ്ധമാക്കി സൂക്ഷിക്കൂ. അപ്പോൾ സർവ്വവ്യാപിയായ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവ നിങ്ങളുടെ അന്തരാത്മാവിന്റെ പ്രതിഫലനങ്ങളാണ്. ബാഹ്യലോകത്തിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ ആന്തരിക വികാരങ്ങളുടെ പ്രതിപ്രവർത്തനവും പ്രതിബിംബവും പ്രതിധ്വനിയും അല്ലാതെ മറ്റൊന്നുമല്ല. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുന്നവർ മാത്രമേ ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടുന്നുള്ളൂ. അതിനാൽ നാനാത്വത്തിലെ ഏകത്വ തത്വം മനസ്സിലാക്കുക. രൂപങ്ങളും നാമങ്ങളും വേറെ വേറെ ആയിരിക്കാം, പക്ഷേ എല്ലാവരിലുമുള്ള ദിവ്യ തത്വം ഒന്ന് തന്നെയാണ്. ആ ദിവ്യത്വ തത്വമാണ് സത്യം. എങ്ങനെയാണ് നമുക്ക് ഈ സത്യത്തെ നേടാൻ കഴിയുക? അത് ഗുരുവിൽ നിന്നോ ഗ്രന്ഥത്തിൽ നിന്നോ പഠിക്കാൻ സാധ്യമല്ല. അത് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്നതല്ല. സുഹൃത്തിന് സമ്മാനമായി തരാനും സാധ്യമല്ല. നിങ്ങളുടെ സ്വന്തം പ്രായോഗിക ജീവിതത്തിൽ നിന്ന് അത് നേടിയെടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സത്യ തത്വം നിങ്ങളുടെ ലക്ഷ്യമായി കണ്ടുകൊണ്ടിരിക്കണം. അതാണ് ശരിയായ മനുഷ്യത്വം. മാനവരാശിയെക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള പഠനമാണ് മാനവ തത്വത്തിന് ആധാരം. മനുഷ്യത്വം ത്രികരണ ശുദ്ധിയിൽ നിലകൊള്ളുന്നു. അതായത് ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഐക്യമുണ്ടായിരിക്കുക. പക്ഷെ ഇത് എത്ര പേർക്ക് ഇതുണ്ട്? എത്ര പേർക്കാണ് ഏകത്വം അനുഭവിക്കാൻ കഴിയുന്നത്? വർഷങ്ങളായി അവർ ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. രാമായണം, ഭാഗവതം, മഹാഭാരതം മുതലായ ധാരാളം പുരാണ ഗ്രന്ഥങ്ങൾ അവർ പാരായണം ചെയ്യുന്നു. പക്ഷേ എന്ത് പ്രയോജനം? അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ ഹൃദയത്തിൽ സ്വയം ചോദിക്കൂ. അപ്പോൾ സത്യം മനസ്സിലാകും. സ്വല്പമെങ്കിലും ആത്മീയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര നാളത്തേക്കാണെങ്കിലും അത്തരം ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ദൈവികമായതെല്ലാം ഉൾക്കൊള്ളുകയും ഭൗതികമായതെല്ലാം വെളിയിൽ കളയുകയും വേണം. ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവയിൽ നിന്ന് വാസ്തവത്തിലുള്ള ആനന്ദം ലഭിക്കുന്നില്ല. കാരണം അവരുടെ ഭൗതികതയുമായുള്ള സംഘമാണ്. വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങൾ വികസിപ്പിക്കേണ്ടത്, പുഷ്ടിപ്പെടുത്തേണ്ടത് സത്യവും ധർമ്മവും ആണ്. ഈ ലോകം സംരക്ഷിക്കുന്നതിൽ പ്രത്യേക പരിശ്രമം ഒന്നും ആവശ്യമില്ല. വാസ്തവത്തിൽ ഒരു വ്യക്തിക്കും അതിനെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. സത്യവും ധർമ്മവുമാണ് ഈ ലോകത്തെ രക്ഷിക്കുന്നത്. അതിനാൽ
സംരക്ഷിക്കേണ്ടത് സത്യവും ധർമ്മവും ആണ്. നിങ്ങൾ സത്യവും ധർമ്മവും സംരക്ഷിക്കുകയാണെങ്കിൽ സത്യവും ധർമ്മവും അവയുടെ ഊഴത്തിൽ ലോക സംരക്ഷണം നിർവഹിക്കും. വാസ്തവത്തിൽ സത്യത്തെയും ധർമ്മത്തെയും നിങ്ങളുടെ ജീവശ്വാസമായി കരുതണം. സത്യത്തിന് മാറ്റമില്ല. കാലാകാലങ്ങളിൽ മാറ്റം വരുന്നത് നിജം ആണ്, അതായത് ലൗകിക സത്യം. രാവിലെ അത് യോഗയാണ്, പകൽ അത് ഭോഗമാണ്, രാത്രിയിൽ അത് രോഗമാണ്. ലൗകിക സത്യത്തിന്റെ സ്വഭാവം ആ രീതിയിലാണ്. അത് സത്യമേ അല്ല. രാമായണം ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ്. രാവണനൊരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാമമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ നാശത്തിന് കാരണമായി. അതുപോലെ മഹാഭാരത യുദ്ധം ദുര്യോധനന്റെ ലോഭം മൂലം രൂപപ്പെട്ടതാണ്. ലോഭം ദുര്യോധനന്റെ നാശത്തിന് വഴിയൊരുക്കി. ഭാഗവതം ഹിരണ്യകശിപുവിന്റെ കഥ വിവരിക്കുന്നു. ക്രോധം എന്ന ദുർഗുണം മൂലമാണ് ഹിരണ്യകശിപുവിന്റെ നാശം സംഭവിച്ചത്. എനിക്ക് ഭഗവാന്റെ വാണിയിൽ നിന്നും ഞാൻ ഇത്രയും കാര്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാൻ എന്റെ വായന ഇവിടെ സമർപ്പിക്കുന്നു. അനുഭവം പറഞ്ഞോളൂ. ഇനി സായിറാം. അതെ, ഒരു 10 മിനിറ്റ്. സായിറാം, എന്നെ കുറിച്ച് തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിരുന്നു. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. തൊട്ടടുത്ത ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു NSSന്റെ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞു. അവിടെ നിന്ന് 7 കിലോമീറ്റർ നടന്നാണ് ദേവമാതാ കോളേജ് കുറവിളിങ്ങാടിൽ ഡിഗ്രി പഠിച്ചത്. അത് 1970-ലാണ്. 1970-75 കാലം കൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഒരു ഡിഗ്രി സമ്പാദിക്കാൻ കഴിഞ്ഞു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള ശക്തമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ഞാൻ. കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ അവസാന കണ്ണിയായിട്ടാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കാറ്. ജാതി വ്യവസ്ഥ 1936-ൽ ക്ഷേത്രപ്രവേശന വിളംബരത്തോടെ ജാതി വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിലും ക്ഷേത്രത്തിലടക്കം പോകുന്നതിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അന്ന് തന്നെ ഭയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ രൂഢമായിരുന്ന ജാതിക്കെതിരെയുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരു സ്വാമിയുടെ തത്വങ്ങൾക്ക് ഏറെ പ്രസക്തി അക്കാലത്തുണ്ടായിരുന്നു. ചെറിയ സാധാരണക്കാരനായ എൻ്റെ മനസ്സിലും ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു വ്യഥ നിലനിന്നിരുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ഒരാളാണ് ദളിത് ഈഴവ പിന്നോക്കത്തിൽപ്പെട്ട ഞാനെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ പ്രവർത്തനം ജാതിക്കും വർണ്ണത്തിനും അസമത്വത്തിനും എതിരായ ഒരു പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ മനസ്സ് എൻ്റെ മുന്നിൽ രൂപപ്പെട്ടിരുന്നു. മാർക്സിസം, ലെനിനിസം, മാവോയിസം ഒന്നും വായിച്ചു പഠിച്ചിട്ടല്ല, എൻ്റെ ജീവിതത്തിൽ കണ്ട കാഴ്ചകളെ വെച്ചിട്ടാണ് ഒരു ഇടതുപക്ഷ മനസ്സിന് രൂപപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞത്. 15 വയസ്സ് വരെ ഞാൻ അമ്പലത്തിലെ ഒരു വിശ്വാസിയായിരുന്നു. 15 വയസ്സ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് പിന്നീട് ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു അന്നും ഇന്നും. മലപ്പുറം ജില്ലയിൽ 1977-ൽ ആരോഗ്യവകുപ്പിൽ ജോലി ലഭിക്കുകയും ജോലിയുടെ ഭാഗമായി തന്നെ അന്നത്തെ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. 5 വെട്ടും ക്ഷാമബത്ത കുടിശ്ശികയൊക്കെ വരുമ്പോൾ, ശമ്പള പരിഷ്കരണ സമയത്ത് കിട്ടാതെ വരുമ്പോൾ ചെറിയ ശമ്പളം 90-190 രൂപ സ്കെയിലാണ് അന്നത്തെ LD ക്ലർക്കുമാർക്കുള്ളത്. അങ്ങനെ ചെറിയ ശമ്പളം പറ്റുന്ന ജീവനക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട്
ഉള്ള കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ വലിയ പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരികയും ജയിലിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാള് പെരിന്തൽമണ്ണ താലൂക്കിലെ ആദിവാസികളുടെ വീടുകളിൽ പോകാൻ അവസരമുണ്ടാവുകയും അവരുടെ ദുരിത കഥകൾ വായിച്ചറിഞ്ഞ് ആ വിഭാഗം ആളുകളെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ ജോലിയുടെ ഭാഗത്ത് എൻ്റെ ഉള്ളിലുണ്ടാവുകയും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു 30-40% തുക ഞാൻ അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിരുന്നു വർഷങ്ങളായി തന്നെ. പ്രത്യേകിച്ച് ഞാൻ കുഷ്ഠരോഗികളുടെ ഇടയിലുള്ള കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രവർത്തകനായിട്ടാണ്, ലെപ്രസി ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടാണ് സർവീസിൽ വരിക. അപ്പം ഞാൻ കൈകാര്യം ചെയ്തിരുന്നത് കുഷ്ഠരോഗികളെയാണ്. കുഷ്ഠരോഗമുള്ള കുട്ടികളിൽ ഞാൻ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. ആരോഗ്യവകുപ്പിൽ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ജോയിൻ ചെയ്തിരുന്നതെങ്കിലും ആരോഗ്യ പ്രവർത്തകനായിട്ട് ഞാൻ അറിയപ്പെടുന്നത് കുട്ടികളെ സംബന്ധിച്ചുള്ള പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ വളരെ ഭംഗിയായി നടത്താൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദേശീയ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ ഞാൻ 2007 മുതൽ നടത്തി വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ തുടക്കം കുറിച്ചത്. 2008 ആകുമ്പോഴേക്കും ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു. അങ്ങനെ ഒരു 10-20-25 വർഷക്കാലം എൻ്റെ പ്രവർത്തനം ഈ ആദിവാസി മേഖല കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പം 100-ലധികം കുടുംബങ്ങൾ, 356 ആദിവാസികൾ, 100-ലധികം കുട്ടികൾ സ്കൂളിൽ പോകാത്തവരായി പെരിന്തൽമണ്ണ പോലുള്ള വളരെ സാംസ്കാരികമായി ഉയർന്ന ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. അതെൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചു. മറ്റ് രാഷ്ട്രീയ ചിന്തകളും വ്യത്യസ്ത അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശത്തെയും മുഴുവൻ വ്യക്തികളെയും സംഘടനകളെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മതപ്രസ്ഥാനത്തെയും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുമാരൻകുട്ടി സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാതൃഭൂമി പത്രത്തിൽ താഴേക്കോട്ടെ ആദിവാസികളുടെ ദുരിതകഥ കേട്ടറിഞ്ഞു വരുന്നത്. അങ്ങാടിപ്പുറം സത്യസായി സമിതിയിൽ വെച്ച് ഞാനും സാറും സത്യസായി പ്രവർത്തകരും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തി. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ, ഞാനിങ്ങനെ വലിയ ഇടതുപക്ഷ ചിന്തയൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു സമര സ്വഭാവമുള്ള ഒരാളാണ്. അപ്പം എനിക്കിങ്ങനെ സാറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും എന്ത് വിട്ടുവീഴ്ചകൾ ചെയ്യാനും ഞാൻ സന്നദ്ധമാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ രവിയെക്കുറിച്ച് കേട്ടതനുസരിച്ച് രവിയുമായി കൂട്ടുചേർന്ന് സായി സംഘടനയ്ക്ക് ഈ പ്രവർത്തനം നടത്താൻ കഴിയും എന്ന് പറഞ്ഞു. അന്ന് വരെയും ഞാൻ ഭഗവാൻ സത്യസായി ബാബയെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ കാണുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ മേലാറ്റൂരിലുള്ള ചില സുഹൃത്തുക്കൾ, അംബിക ടീച്ചർ, അതുപോലെ എന്നോടൊപ്പം അധ്യാപക സമരങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ വളരെ സ്നേഹനിധിയായ അങ്ങാടിപ്പുറം സമിതിയിലെ കൺവീനറായിട്ടുള്ള ഗോപാലകൃഷ്ണ മാഷ്, എൻ്റെ സമരങ്ങളിലും എൻ്റെ പ്രസംഗങ്ങളും പെരുന്തൽമണ്ണയിൽ ഏറെ കേട്ടിട്ടുള്ള, ഞാൻ ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അന്ന് സാറ് സത്യസായി സംഘടനയുടെ പ്രവർത്തകനും ഭഗവാൻ സത്യസായി ബാബയുടെ നല്ല വിശ്വാസിയും പ്രചാരകനുമായിരുന്നു. സാറുമായിട്ട് എനിക്ക് ഉള്ള ബന്ധം, അത്ര നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഗോപാലകൃഷ്ണ മാഷ് എന്നുള്ളത് കൊണ്ട് ഞാൻ സാറുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുകയും കുമാരൻകുട്ടി സാറ് വന്നപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഇങ്ങനൊരു സ്ഥാപനം, സായി സ്നേഹതീരം എന്ന ഒരു സ്ഥാപനം ഭഗവാൻ സത്യസായി ബാബയുടെ നാമധേയത്തിൽ സായി സംഘടനയുടെ ഉടമസ്ഥതയിൽ ഞങ്ങൾക്ക് 2008 ഏപ്രിൽ തുടങ്ങാൻ ആരംഭിച്ചു. ഇന്നത് 16 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. എനിക്കത് പറഞ്ഞു തന്നത് കുമാരൻകുട്ടി സാറാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ രവി, ഇതൊക്കെ ഒന്ന് കേൾക്കുമോ എന്നൊക്കെ ചോദിച്ച് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ, കുമാരൻകുട്ടി സാറാണ് എന്നെ ഒരു സായി സെക്ടറിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ കടന്നു വരാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ജാതി ഒന്നേ ഉള്ളൂ മനുഷ്യജാതി, അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഭഗവാൻ സത്യസായി ബാബയുടെ വിശ്വാസങ്ങളുമായി പരിശോധന നടത്തുമ്പോൾ, ജാതി ഒന്നേ ഉള്ളൂ മനുഷ്യജാതി, മതം ഒന്നേ ഉള്ളൂ സ്നേഹത്തിൻ്റെ മതം, ഭാഷ ഒന്നേ ഉള്ളൂ ഹൃദയത്തിൻ്റെ ഭാഷ, ദൈവം ഒന്നേ ഉള്ളൂ അവൻ സർവ്വവ്യാപി. എൻ്റെ ഗുരു, ഞാൻ തേടി നടന്ന മറ്റൊരു ഗുരു സ്ഥാനീയനായിട്ടാണ് സ്വാമിയെ എനിക്ക് കാണാൻ കഴിഞ്ഞത്.
കൂടുതൽ കൂടുതൽ കഥകളും കാര്യങ്ങളും കുമാരൻകുട്ടി സാറ് പലപ്പോഴും സാറിൻ്റെ വീട്ടിൽ വരുമ്പോഴും സ്നേഹതീരത്തിൽ വരുമ്പോഴും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ആളാണ്, എന്തിനും കയറി അഭിപ്രായം പറയും, സാറിനോടും അങ്ങനെയാണ് അഭിപ്രായം പറയും. അപ്പം എന്നോട് പറഞ്ഞ് വർത്തമാനങ്ങൾ കുറച്ചിട്ട് പ്രവൃത്തി, വർക്ക് ഈസ് വർഷിപ്പ്, ലവ് ഓൾ സെർവ് ഓൾ. വർത്തമാനം പറയുന്ന ചുണ്ടുകളേക്കാൾ പ്രധാനമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ എന്നൊക്കെ സാറ് എനിക്ക് പറഞ്ഞു തരുന്നത്. അത് കേട്ട് ഞാൻ എൻ്റെ വർത്തമാനം എത്രയും കുറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. ഭയങ്കര സ്പീഡിലാണല്ലോ ഞാൻ വർത്തമാനം പറയുക. സ്നേഹതീരത്തിലെ കുട്ടികളുടെ അടുത്ത് കൂടുതൽ കൂടുതൽ വർത്തമാനം പറയണം. ഓരോ ദിവസവും ഇപ്പം ഞാൻ സ്നേഹതീരത്തിലാണുള്ളത്. അന്നത്തെ ദിവസം ഞങ്ങൾ ഗോപൻ സാറും വിജയൻ സാറും ഗോപാലകൃഷ്ണ മാഷും ഒക്കെ ചേർന്നിരുന്ന് കുട്ടികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. അതോടൊപ്പം ഞാൻ ഭഗവാനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആഗ്രഹം നടക്കാതെ പോയത് എന്നിലെ ചില വ്യക്തിഗതമായ കുറവുകൾ കൂടി പരിഹരിച്ച് കുറച്ചുകൂടെ വ്യക്തമായ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായി ഭഗവാനെ സമീപിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കത് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും ഏക മകളും എൻ്റെ കുടുംബക്കാരും എൻ്റെ വൈഫിൻ്റെ മദറും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭഗവാന്റെ സ്ഥാപനം സന്ദർശിക്കുകയും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒച്ചയിൽ വർത്തമാനം പറയുന്ന ആളാണ്. ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പം അവിടെ സൈലൻ്റ് ആണ്. ആളുകൾ കാണുമ്പോൾ തന്നെ സായിറാം എന്ന് പറയുന്നു, അഭിവാദ്യം ചെയ്യുന്നു, ഭയങ്കര സ്നേഹത്തോടു കൂടി ആളുകൾ പെരുമാറുന്നു. പിന്നെ കണ്ടത് അവിടുത്തെ ജനറൽ ആശുപത്രി ഞാൻ പോയി കണ്ടു. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ പോയി കണ്ടു. സ്വാമിയുടെ കുടിവെള്ള പദ്ധതികൾ പലതും ഞാൻ പോയി കണ്ടു. സ്വാമിയുടെ ഗോകുലം ഞാൻ പോയി കണ്ടു. ചൈതന്യ ജ്യോതിയിൽ ഞാൻ പോയി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ തേടി നടന്ന ഒരു മഹാഗുരുവിൻ്റെ സന്നിധിയിലാണ് ഞാൻ എത്തപ്പെട്ടിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ട് അങ്ങനെ കാണാമോ, ദൈവ സമാനനായ ഒരാളെ എനിക്ക് അങ്ങനെ കാണാമോ ചിന്തിക്കാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അവിവേകമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്താ ഇവിടെ പറയേണ്ടതൊന്നും ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടല്ല. എൻ്റെ മനസ്സ് നിങ്ങളുടെ മുന്നിൽ തുറക്കാം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ ഒന്ന് പറയാം, സായി സ്നേഹതീരത്തിനൊരു ദർശനമുണ്ട്. ഞാനാണ് അത് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഭഗവാൻ സത്യസായി ബാബയുടെ ദർശനം സായി സ്നേഹതീരം ഉൾക്കൊള്ളുന്നു. ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപയാണ് ഒരു മാസം. സെക്രട്ടറി KT വിജയകുമാർ സാറാണ്, ട്രഷറർ ഗോപൻ സാറുമാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞങ്ങളുടെ പ്രിയങ്കരനായ സന്യാസി സാറാണ്, ഉണ്ണിയേട്ടനാണ്. ഞങ്ങളുടെ മെന്റർ കുമാരൻകുട്ടി സാറാണ്. 10-15 ആളുകൾ, ജില്ലാ പ്രസിഡന്റും ഒക്കെ അടക്കമുള്ള ആളുകൾ നയിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു മാസം ചിലപ്പം പൈസ ഉണ്ടാകാറില്ല. അപ്പം സെക്രട്ടറി ഇരുന്നിങ്ങനെ ചിലപ്പോൾ ഒരു 2.5 ലക്ഷത്തിന് ഒരു 20-ാം തീയതി ആകുമ്പോഴൊക്കെ ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ 90,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എൻ്റെ വിജയകുമാർ സാറ് ഇരുന്നിങ്ങനെ പ്രാർത്ഥിക്കും, ഭഗവാനെ ഞങ്ങളെ നാണം കെടുത്തരുത്, അങ്ങേലെ വിശ്വാസമാണ് ഇങ്ങനെ ഒരു വിഷമം പിടിച്ച ആദിവാസി കുട്ടികളുള്ള ഒരു സ്ഥാപനം നടത്താൻ ഞങ്ങൾക്ക് പ്രചോദനമായത്, ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് പറയും. അതിലെത്രമാത്രം അതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഞങ്ങൾക്ക് കൊണ്ട് കാശ് തരും. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വളരെ വിഷമിച്ച ഒരു ദരിദ്രനായ ഒരാൾ കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും തരണം എന്നാണ് ഞാൻ കേട്ടത്. അയാൾ പറഞ്ഞു, എന്തെങ്കിലും തരാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നാണ്. അയാളുടെ വേഷഭൂഷാദികൾ കണ്ടപ്പം എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് കിട്ടാനാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇവിടെ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു 2012 എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാലത്ത് ഒരു 6,000 രൂപ ആയിരുന്നു. ഇന്ന് വരെ ഞാൻ ആ മനുഷ്യനെ തിരിച്ച് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചിന്തയിലൂടെയാണ് ഞാൻ ഭഗവാനെ വിലയിരുത്തുക. ഭഗവാന്റെ ഉത്ബോധനങ്ങളും ഭഗവാന്റെ സത്സംഗങ്ങളും ഭഗവാന്റെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു തന്നിട്ടുള്ള നന്മയുമാണ്. ഞാൻ ശ്രീനാരായണ ഗുരു സ്വാമിയെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. കോട്ടയം ജില്ലയിൽ ജനിച്ച ഒരാൾ തീർച്ചയായും അയാളുടെ സംസ്കാരം ക്രിസ്ത്യൻ സംസ്കാരമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചും ഞങ്ങൾ പഠിക്കും. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള യേശു ക്രിസ്തു അല്ലേ ഏറ്റവും വലിയ മഹാൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വരുമ്പം, കോട്ടയത്തുകാരൻ മലപ്പുറത്തേക്ക് വരുമ്പം മലപ്പുറം കത്തി, മലപ്പുറം കലാപം എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത്. പക്ഷെ മലപ്പുറത്ത് നിന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ, ഞാൻ ഈ പറഞ്ഞ വിജയൻ സാറിന്, പിന്നെ ആലപ്പുഴക്കാരനായ എൻ്റെ ഗോപൻ സാറിനും ഒക്കെ തന്നെ മലപ്പുറം ജില്ല ഒരു പ്രിയപ്പെട്ട ജില്ലയാണ്. മനുഷ്യ സ്നേഹവും നന്മയും ഒക്കെ വെച്ചു പുലർത്തുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്തുണ്ട്. ഭീകരവാദവും
അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കുറേശ്ശെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മലപ്പുറത്തെ കുറിച്ച് വിലയിരുത്തുന്നത്. പക്ഷേ സാർ എന്നോട് പറഞ്ഞു, നമുക്ക് ഈ സ്ഥാപനം മഞ്ചേരിയിൽ നടത്താം, മഞ്ചേരിയിലായ എനിക്ക് അവിടെ വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത്, സാറേ മഞ്ചേരിക്ക് ഞാനില്ല എന്ന സാറിനോട് പറഞ്ഞത്. ഞാൻ മഞ്ചേരിക്കാരെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പെരിന്തൽമണ്ണയും മഞ്ചേരിയും തമ്മിൽ വലിയ വ്യത്യാസം എനിക്കുണ്ട്. 40 വർഷങ്ങളായി പെരിന്തൽമണ്ണയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലും എനിക്ക് ഏത് സമയത്തും കയറി ചെല്ലാവുന്ന ഒരു ബന്ധം ഉണ്ട്. ഏത് മതസംഘടനകളുടെ സ്ഥലത്തും പോകാനുള്ള ഒരിക്കലും ബന്ധമുണ്ട്. ഇപ്പം ഞാൻ സായി സന്ദേശങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലും ഒരാൾക്ക് പോലും എന്നോട് ദേഷ്യം തോന്നുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഭഗവാന്റെ ചിന്തയിലേക്ക് എന്നെ ആകർഷിച്ചത്. ഈ സമൂഹത്തിൽ ഞാൻ നേരത്തെ വായിച്ചല്ലോ, ചില കാര്യങ്ങൾ ഞാൻ വായിച്ചത് കൂടുതൽ ഉള്ള കാലത്ത് നിന്നും എനിക്ക് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഓർത്തത്. ഭഗവാൻ എപ്പോഴും സത്യത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്, ധർമ്മത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്, നീതിയെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഞാൻ കേട്ടറിഞ്ഞത് ആണ് കേട്ടോ, എനിക്കറിയില്ല. ഭഗവാൻ പറയാറുണ്ട്, എന്നിൽ ദൈവമുണ്ട്, നിന്നിലും ദൈവമുണ്ട്, എന്നിലെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു, നിങ്ങളത് അറിയുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞതായിട്ട് കുമാരൻകുട്ടി സാറും എൻ്റെ കോട്ടക്കൽ സാറ്, ഗോപാലകൃഷ്ണ മാഷ് റിട്ടയർഡ് പോലീസ് ഓഫീസർ, പല ഗോപാലകൃഷ്ണ മാഷ്, ഇവരൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്നോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഘട്ടം ഘട്ടമായി ആണ് എൻ്റെ ജീവിത മാറ്റം. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഘട്ടം ഘട്ടമായിട്ടാണ്. എനിക്കൊരു സുപ്രഭാതത്തിൽ ഞാൻ സായി ഡിവോട്ടിയായി എന്ന് പറഞ്ഞു വരാം. ഞാൻ അങ്ങനെയല്ല. ഈ 16 വർഷം കൊണ്ട് എന്നിലുണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങൾ സത്യമായിരിക്കണം നമ്മുടെ മുഖമുദ്ര എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. ഗുരുസ്വാമിയെക്കുറിച്ച് ഞാനൊരു കഥ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗുരുസ്വാമിയെക്കുറിച്ചിൻ്റെ അടുത്ത് അമ്മ ഒരു കുട്ടി ശർക്കര തിന്നും, ആ കുട്ടിയെ കൂട്ടി സ്വാമി എൻ്റെ കുട്ടി ശർക്കര തിന്നും എന്ന് പറഞ്ഞപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞ് വരാനാണ് ഗുരുസ്വാമി പറഞ്ഞു വിട്ടത്. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞ് വന്നപ്പം അദ്ദേഹം കുട്ടിയെ ഉപദേശിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ശർക്കര തിന്നുന്ന സ്വഭാവമുണ്ട്, അത് മാറ്റിവെച്ചിട്ടാണ് ഞാൻ ആ കുട്ടിയെ ഉപദേശിക്കുക. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഭഗവാനെ കുറിച്ചുമൊക്കെ പലരും പല അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞ സമയത്തും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും തോന്നിയിട്ടില്ല. ഈ ലോകത്തെ നന്നാക്കാൻ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആളുകളെയും നല്ല ചിന്തയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സ്വാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലും സ്വാമിയുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടരുന്നുണ്ട്. സ്വാമി എവിടെ, ഈ പാവം ഞാൻ എവിടെ? ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, EMSന്റെ പിന്തുണക്കാരനാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് വീടും ഭാര്യയും കുട്ടികളും എൻ്റെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം ഞാൻ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ EMSന്റെ പിന്മുറക്കാരനല്ല. എല്ലാം ത്യജിക്കാൻ എനിക്ക് എൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സ്വാമിയെപ്പോലെ തന്നെ എല്ലാം ത്യജിച്ച് എല്ലാം സമൂഹത്തിന് കൊടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ആഗ്രഹം. ഒരു മോളാണ് എനിക്കുള്ളത്. ഭാര്യയ്ക്ക് സർവീസ് ഉണ്ടായിരുന്ന ആളാണ്, പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെൻ്റെ തടസ്സമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും പരമാവധി വാക്കും പ്രവൃത്തിയും ഒന്നായി കാണാനും ഇത്തരം മഹാന്മാരുടെ ജീവിത വചനങ്ങൾ ഏതെങ്കിലും ഒന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോടും എനിക്ക് പറയുവാനുള്ളത്, ഒരു സ്വാമിയായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങൾ, നമ്മോടുള്ള കാര്യങ്ങൾ പറയലില് അതിലേതെങ്കിലും 1 or 2 കാര്യങ്ങളെങ്കിലും ഭഗവാൻ സത്യസായി ബാബയുടെ വചനങ്ങളിൽ ഏതെങ്കിലും 1 or 2 കാര്യങ്ങളെങ്കിലും ഈ നശിച്ച കാലം എന്ന് ഞാൻ പറയുന്നത്, 3 കൂട്ടുകാർ ഒരുമിച്ചിരുന്നാൽ ഒരു കൂട്ടുകാരൻ എഴുന്നേറ്റ് പോവില്ല. അങ്ങനെ എഴുന്നേറ്റ് പോയാൽ അവിടെ ഇരിക്കുന്ന 2 ആളുകൾ ഈ 3ാമത്തെ ആളെ കുറ്റം പറയുന്ന, വളരെ പരിഷ്കൃതരെന്ന് നമ്മൾ പറയുമ്പോഴും മനസ്സ് ശുദ്ധമല്ലാത്ത, ഹൃദയം ശുദ്ധമല്ലാത്ത ആളുകൾ എണ്ണം കൂടുതലുള്ള ഒരു സമൂഹത്തിൽ മഹാത്മാക്കളുടെ ഇത്തരം ഉത്ബോധനങ്ങൾ നമുക്ക് സ്വീകരിക്കണം. അതിന് ഭഗവാൻ സത്യസായി ബാബയുടെ ദർശനം ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വഴികാട്ടിയാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. വളരെ അഭിമാന പുരസ്സരം, സന്തോഷ പുരസ്സരം ഞാൻ പറയുന്നു. ഇന്ന് ലോകത്ത് ഭഗവാൻ സത്യസായി ബാബയുടെ ജാതി ഒന്നേ ഉള്ളൂ, മനുഷ്യജാതി, മതം ഒന്നേ ഉള്ളൂ, സ്നേഹത്തിന്റെ മതം, ഭാഷ ഒന്നേ ഉള്ളൂ, ഹൃദയത്തിന്റെ ഭാഷ എന്നത് എന്നെ ഏറെ
ഈ രംഗത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, 11 മിനിറ്റിന് 9:15 തുടങ്ങിയത് 9:29 എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. KR രവി എന്ന മനുഷ്യന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ യാതൊരു വളച്ചുകെട്ടുമില്ലാതെ എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹവും സത്യവും ഭഗവാന്റെ നാമധേയത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വിവരണം അവസാനിപ്പിക്കുന്നതായി അറിയിക്കുന്നു. സായിറാം. സായിരാം. താങ്ക് യു മാഷെ, വളരെ വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. మన జీవితం అంతా కూడా ఒక బ్యాలెన్స్ పైన ఆధారపడి ఉంటుండాలి. Our entire life rests on నడచడానికి balance. బ్యాలెన్స్ కావాలి, First balance, కూర్చోడానికి బ్యాలెన్స్ కావాలి, while sitting down, సైకిల్ is దొక్కడానికి బ్యాలెన్స్ కావాలి, cycling needs కార్ balance. డ్రైవ్ చేయడానికి బ్యాలెన్స్ కావాలి, Car driving needs యోచన balance. చేయడానికి బ్యాలెన్స్ కావాలి. Thinking needs balance. అంత లైఫే ఒక బ్యాలెన్స్. Life is based upon balance. ఈ బ్యాలెన్స్ ఈనాడు తప్పిపోయింది. If there is a little imbalance, కారణం ఏమిటి? why is the మితిమీరిన తెలివి పెరిగిపోయింది. it is an excessive cleverness. నాలెడ్జ్ చాలా అధికమైపోయింది. Knowledge has grown beyond ఈ limits. నాలెడ్జ్ ని సక్రమమైన మార్గంలో పెట్టాలంటే దీనిని స్కిల్ చేయాలి. If you want to properly use knowledge, it has to be converted into skill. ఈ నాలెడ్జ్ ని స్కిల్ చేసినప్పుడే బ్యాలెన్స్ సక్రమంగా ఉంటుంటారు. When you convert knowledge into skill, there కానీ is balance. దురదృష్టవశాత్తు ఈనాటి యువకులు నాలెడ్జ్ ని కిల్ చేస్తున్నారు, దానివల్లే బ్యాలెన్స్ తప్పిపోయింది. But unfortunately, today's youth are killing knowledge, therefore the balance is కిల్ disturbed. చేస్తున్నారు. What is the మన remedy? చూపుల లోపల మన నాలెడ్జ్ అంతా కూడాను వ్యర్థమైపోతుండాలి. We are wasting our knowledge through మన looks, వినికిడి లోపల కూడాను మన నాలెడ్జ్ వ్యర్థమైపోతుండాలి. through hearing. We are నీ wasting మాటల చేతను నాలెడ్జ్ వ్యర్థమైపోతుండాలి. through excessive talk, నీ తలపుల చేతను నాలెడ్జ్ వ్యర్థమైపోతుండాలి. through excessive thinking. സായിറാം. ഇനി പ്രാർത്ഥനയാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനും ഇങ്ങനെ ഒരു അവസരം എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നത് എൻ്റെ പ്രിയങ്കരിയായ സഹോദരി പത്മചേച്ചിയാണ്. പത്മചേച്ചിയെ കൂടെ ഓർത്തുകൊണ്ട് സായി സ്നേഹതീരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി 9ാം ക്ലാസ്സുകാരിയായ ചിത്ര എന്നോട് കൂടി ഒരു വചനം നടത്താൻ എത്തിയിട്ടുണ്ട്. ഞാൻ ചിത്രയെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പരിചയപ്പെടുത്തുകയാണ്. ചിത്ര താഴെക്കോട് പഞ്ചായത്തിലെ മേലേച്ചേരി സത്ഗ്രാമത്തിലെ കുട്ടിയാണ്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ ആഗ്രഹം ബയോളജി സയൻസ് എടുത്ത് പഠിച്ച് BSc നേഴ്സ് ആവണമെന്നാണ്. ഭഗവാന്റെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. അതിനായി ക്ഷണിക്കുന്നു. മഹാഗണപതി നമോസ്തുതേ. നടുവിലേക്ക് ഇരിക്കും മോളെ, നടുവിലേക്ക് ഇരിക്കേ. മഹാഗണപതി നമോസ്തുതേ. മാതംഗമുഖ നമോസ്തുതേ. മഹാഗണപതി നമോസ്തുതേ. ഹിമാദ്രിജാസുത നമോസ്തുതേ. ഹിമാദ്രിജാസുത നമോസ്തുതേ. ഓംകാരേശ്വര നമോസ്തുതേ. സായി ഓംകാരേശ്വര നമോസ്തുതേ. മഹാഗണപതി നമോസ്തുതേ. മാതംഗമുഖ നമോസ്തുതേ. മഹാഗണപതി നമോസ്തുതേ. ഹിമാദ്രിജാസുത നമോസ്തുതേ. ഓംകാരേശ്വര നമോസ്തുതേ. സായി ഓംകാരേശ്വര നമോസ്തുതേ. സായിരാം. സായി ഉപമ പറയൂ. സായിരാം. 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 സായി ഉപമ. താൻ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞ് അമ്മ പൂച്ചയെ വിളിക്കുന്നത് പോലെ ഒരു ഭക്തന് വേർപാടിന്റെ വേദനയോടുകൂടി താൻ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഭഗവാന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വയലിലെ വിള ആകാശത്തുകൂടി പോകുന്ന മേഘങ്ങളെ കാണുന്നു, പക്ഷെ അവയ്ക്ക് മുകളിലേക്ക് ഉയരുവാനോ മേഘങ്ങളെ കൊണ്ടുവരുവാനോ കഴിയുകയില്ല. അത് ഇന്നത്തെ മാനവരാശി അഹന്തയുടെയും ലോഭത്തിന്റെയും അസഹനീയമായ ചൂടിൽ ഉരുകുന്നു. അവർക്ക് ഈശ്വരാനുഗ്രഹമാകുന്ന മഴ ആവശ്യമാണ്. അതിന് അവർ
സമാധാനത്തിലും സന്തോഷത്തിലും മാത്രമേ വളരാനാവൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും സാധന ചെയ്തുകൊണ്ടും ഇരിക്കണം. ജയ് സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.